ഹായ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എവിടെന്നല്ലേ, ഇതാ നോക്ക്, കൊടൈക്കനാല്. നാട്ടിലെ ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, നല്ല മഴയാണ്, ഒരുപാട് പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. നമ്മളതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ ചെറിയൊരു യാത്ര പോകുന്നതാണ്. ഇപ്പോൾ കൊടൈക്കനാലിലുള്ളത്. മാഷാ അല്ലാഹ് നല്ല അടിപൊളി ക്ലൈമറ്റ്, വരാൻ പറ്റിയ സമയമാണ്. നാട്ടിൽ നിന്ന് വെള്ളത്തിലും കാര്യത്തിലൊന്നും പെടാതെ അങ്ങോട്ട് എത്തിപ്പെടുകയാണെങ്കിൽ നല്ല സമയമാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ്, തണുപ്പ്, കാറ്റ്, മഴയൊന്നുമില്ല കേട്ടോ. എല്ലാ സ്ഥലങ്ങളും ഓപ്പൺ ആണ്, അടിപൊളിയായിട്ട് വന്നിട്ട് നിൽക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇതാ സൺഷൈൻ എന്ന് പറയുന്ന റിസോർട്ടിലാണുള്ളത്. നല്ല അടിപൊളി റിസോർട്ടാണ്. എന്താ പറയുക, നല്ല ഹോം സ്റ്റേ ഒക്കെ പറ്റും, എല്ലാ പരിപാടികളും പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ സമയം 7 മണി. നമ്മളെ തെച്ചിപ്പഴം ഇത് നമുക്കിങ്ങനെ തിന്നാൻ പറ്റും. അപ്പം ഇന്ന് പാലക്കാട് നിന്നും കൊടൈക്കനാലിലേക്കുള്ള ഒരു റൂട്ട് മാപ്പ് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ വീഡിയോയിലുടനീളം ഞാൻ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് കേരളത്തിൽ നിന്നും, അതായത് നമ്മുടെ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട് നിന്നുള്ളവർക്കൊക്കെ കൊടൈക്കനാലിലേക്ക് വേഗത്തിലെത്താൻ കഴിയും എന്നുള്ളൊരു റൂട്ടാണ്. പാലക്കാട് വരെ എത്താൻ നമുക്ക് ഏത് റൂട്ടുകളും ഉപയോഗിക്കാം. അതിനുശേഷമാണ് NH 966ഉം NH 544ഉം നമ്മൾ എടുക്കുന്നത്. ഇത് രണ്ടുമാണ് നമുക്ക് പൊള്ളാച്ചി വരെ എത്താനുള്ള ഹൈവേകൾ. ഏകദേശം ചിറ്റൂർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഗോപാലപുരം എന്നുള്ളൊരു സ്ഥലം നമ്മൾ എത്തുന്നതാണ്. അവിടെയാണ് നമ്മുടെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡർ വരുന്നത്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിങ്ങൾ വൈകുന്നേരം 6 മണിക്ക് മുന്നേയും രാവിലെ 6 മണിക്ക് ശേഷവും ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്ത സമയത്ത് മിക്കപ്പോഴും അവിടെ അടച്ചിടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ഈ ഒരു വാഹനം കുറേ നേരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. കുറേ സമയം ഞാൻ ഇവരെ ഓവർടേക്ക് ചെയ്യുന്നു, അവർ നമ്മളെ തിരിച്ചും ഓവർടേക്ക് ചെയ്യുന്നു. അങ്ങനെ എവിടെയോ വെച്ച് അവർ നമ്മളെ വളരെ ഫാസ്റ്റായിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് പോയി. പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തോ അത്യാവശ്യ കാര്യമുണ്ട്, അതിന് പോകുകയാണെന്ന്. പിന്നെയല്ലേ കാര്യം മനസ്സിലായത്. ഇപ്പം ഇവിടെ ഈ കാണുന്നതാണ്, ഈ ഒരു ക്യാമറ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്രീൻ ബിൽഡിംഗ് ആണ് നമ്മുടെ തമിഴ്നാട് കേരള ബോർഡർ വരുന്ന ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് 5 മണിക്ക് അടക്കുന്ന ആളുകൾ പറഞ്ഞത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു ഇതും കാണാനില്ല. നമ്മളൊരു 5 മണി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ചെക്ക് പോസ്റ്റ് കടക്കുന്നത്, ഈ ഒരു ബോർഡർ കടക്കുന്നത്. ചിലപ്പം ചില സീസണിലൊക്കെ അടക്കുന്നുണ്ടാവാം, പക്ഷേ എന്നിരുന്നാലും ആ സമയത്ത് അങ്ങനെയൊന്നും അവിടെ കണ്ടില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഗോപാലപുരം എന്നൊരു ടൗണിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടേക്ക് ഏകദേശം ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഒരു 20-25 മിനിറ്റ് ദൂരമുണ്ട്. ഇത് കഴിഞ്ഞിട്ടൊരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അതാണ് കുറച്ച് വലിയ ചെക്ക് പോസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ ശരിക്കും റെഗുലർ ടൈമിലൊക്കെ വാഹനങ്ങൾ നിർത്തി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഒരു കാവൽക്കാരോ പോലീസുകാരോ ചെക്ക് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റാഫുകളോ ഒന്നും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ സ്വസ്ഥമായിട്ട് സമാധാനത്തിൽ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത്. ഏകദേശം ഇത്രയും ദൂരം ഞങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് 3 മണിക്കൂറോളം എടുത്തു എന്നുള്ളതാണ് സത്യം. അതായത് നമ്മൾ പോകുന്ന ടാർഗറ്റിലേക്ക് നമുക്ക് ഏകദേശം 6 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്, മലപ്പുറം ടു കൊടൈക്കനാൽ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ചെക്ക് പോസ്റ്റ്. ഇനി നമ്മൾ ഹൈവേയിലേക്ക് കടക്കാൻ പോവുകയാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഹൈവേ ആണ്, നല്ല റോഡാണ്, നമുക്ക് നല്ല സ്പീഡിൽ തന്നെ പോകാൻ പറ്റും. പക്ഷേ വലിയ വാഹനങ്ങൾ ഒരുപാട് പോകുന്ന റോഡായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. പിന്നെ മഴയുണ്ടെങ്കിൽ വളരെ കെയർ ചെയ്തിട്ട് വാഹനം ഓടിക്കുക. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്, ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റ്. ഇവിടെ 1-2 ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്തായി, തമിഴ്നാടായി. നമ്മൾ റീച്ച് തമിഴ്നാട് പറ്റി വണ്ടി ബാത്റൂം നോക്കി വണ്ടിയൊക്കെ പണിയുന്നു. തമിഴ്നാട് പയ്യൻ വണ്ടിയൊക്കെ വാങ്ങ പണിയുന്നു, ആകെ പണിയുന്നു. തമിഴ്നാട് പയ്യൻസ് വണ്ടി ആകെ പണി. എന്താ മസാല മാത്രം
മാസമാവും. ഞങ്ങളിപ്പോൾ പൊള്ളാച്ചി അടുത്താണ് നിൽക്കുന്നത്. ഈ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലൊക്കെ വരുന്നതാണ് നമ്മളൊരു ആഗ്രഹം. അപ്പോൾ നമുക്ക് ചായ എത്ര വേണ്ടിച്ച് ഇവിടെ ഓർഡർ ചെയ്യാം. ചായ 1 2 3 4 ചായ, 2 കോഫി, 2 കോഫി നമ്മൾ 2 കോഫി നമ്മൾ ഓർഡർ ചെയ്തു. ഇനിതാ അടിയിൽ പ്രൊസീഡ് കഴിഞ്ഞിട്ട് പ്ലേസ് ഓർഡർ. ഇനിതാ നമ്മളെ ഒരു QR കോഡ് വരും. ഇത് സ്കാൻ ചെയ്യുക, പൈസ അടക്കുക, പരിപാടി കഴിഞ്ഞ്. വളരെ ഈസി. പൊള്ളാച്ചി കഴിഞ്ഞ് നമ്മൾ പളനിയിലേക്ക് പോകുന്ന ഈ ഒരു ഹൈവേ സ്റ്റേറ്റ് ഹൈവേ 19 എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെ അല്പദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് NH83 കിട്ടും. ഏറ്റവും പുതിയ നാഷണൽ ഹൈവേ ആണ്. അതായത് കോയമ്പത്തൂർ ടു തിരുച്ചിറപ്പള്ളി ബന്ധിപ്പിക്കുന്ന മനോഹരമായ നമ്മുടെ കേരളത്തിലെ NH66 സമാനമായ 2 വരി മാത്രമുള്ള ഒരു ഹൈവേ. പക്ഷേ ഒരിക്കലും നമുക്കതൊരു ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു റോഡല്ല. വളരെ മനോഹരമായ ഒരു റോഡ് തന്നെയാണ്. ഇതേപോലെ ഒരു ബ്രിഡ്ജിനടിയിലൂടെ ഒരു ചെറിയ ഇൻ്റർചേഞ്ചാണ് നമുക്ക് ആ ഒരു റോഡിലേക്ക് എൻട്രി ആവാനുള്ള ഒരു പോർഷൻ വരുന്നത്. വളരെ മനോഹരമായ വീതി കൂടിയ ലൈറ്റുകളൊക്കെ ഫിക്സ് ചെയ്ത നല്ല വിശാലമായ ഒരു ഇൻ്റർചേഞ്ച് തന്നെയാണ്. ഈ അണ്ടർപാസിലൂടെ ക്രോസ് ചെയ്ത് റൈറ്റിൽ കട്ട് ചെയ്ത് നേരെ കുറച്ചൊരു 1/2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിലേക്ക് എൻട്രി ആവാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ സമാനമായ ഹൈവേ ആണ്. ഈ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം 2 വരിയേ ഉള്ളൂ എങ്കിലും വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. അതും ട്രക്കുകളും വലിയ വലിയ ലോറികളൊക്കെ വളരെ സ്പീഡിലാണ് ഇതിൽ സഞ്ചരിക്കുന്നത്. പിന്നെ അതുപോലെ രാത്രിയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഡിം ലൈറ്റ് ഉപയോഗിച്ച് മാക്സിമം യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് മറ്റ് യാത്രക്കാർക്ക് കൂടി ഉപകരിക്കാൻ വേണ്ടിയാണ്. ഏകദേശം നമ്മൾ NH83 ഏകദേശം ഒരു 10-12 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടോൾ ഗേറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ സമാനമായ ഒരു ടോൾ ഗേറ്റ് 155 രൂപയാണ് നമുക്ക് ഫാസ്ടാഗിൽ നിന്നും കട്ടാവുക. അതിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഹൈവേയിൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. ഇരുഭാഗങ്ങളിലും ലൈറ്റുകളൊക്കെ ഫിക്സ് ചെയ്ത് വളരെ മനോഹരമായ ഒരു റോഡാണ് NH83. നമുക്കറിയാം നമ്മുടെ നാട്ടിലും ഇതുപോലെ മനോഹരമായ ഒരു ഹൈവേ വന്നിട്ടുണ്ട്. ഈ ഒരു ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിൻഡ് ഫാക്ടറികൾ കാണാൻ പറ്റുക. ഈ പൊള്ളാച്ചി പളനി ഹൈവേയിൽ നമുക്കറിയാം തമിഴ്നാട്ടിലെ ഒരുപാട് ഏരിയകൾ ഇത് മുഖേന കരണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിൻഡ് ഫാക്ടറികൾ നമുക്ക് കാണാൻ പറ്റും. വലിയ ഫാനുകൾ. NH83 പഴനി വരെ നമുക്ക് യാത്ര ചെയ്യാം. പഴനിക്ക് കുറച്ച് മുമ്പാണ് നമ്മൾ ഈ സ്റ്റേറ്റ് ഹൈവേ 156 എൻ്റർ ആവുന്നത്. SH 156 എൻ്റർ ആയ ഉടനെ നമുക്ക് പഴനി കിട്ടും. പഴനിയോ അല്ലെങ്കിൽ അതിന് മുന്നെയോ നമ്മൾ നമ്മുടെ വയറും വാഹനത്തിൻ്റെ വയറും ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് കഴിഞ്ഞാൽ 10-60 കിലോമീറ്റർ ചുരമാണ്, കാടാണ്. പെട്രോൾ പമ്പുകളോ ഹോട്ടലുകളോ ഒന്നും കിട്ടില്ല. 21 ഷാർപ്പ് ഹെയർ പിൻ വളവോട് കൂടിയ മനോഹരമായൊരു ചുരമാണ് നമുക്ക് കയറേണ്ടത് കൊടൈക്കനാലിലേക്ക്. കൊടൈക്കനാൽ ടൗണിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. നമുക്ക് കൊടൈക്കനാൽ ടൗണിലേക്ക് കടക്കണമെങ്കിൽ ഇവിടെ 80 രൂപ നമ്മൾ ഫീസായിട്ട് കൊടുക്കണം. ആ 80 രൂപ മാത്രമുള്ളൂ. കൊടൈക്കനാലിൽ നമുക്ക് എവിടെ വിസിറ്റ് ചെയ്യണമെങ്കിലും ആ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളും അതുപോലെ 80 രൂപ അവിടെ കൊടുത്തിട്ട് നമ്മൾ അകത്തോട്ട് കയറി. ഒരു വാഹനത്തിനാണ് 80 രൂപ. അത് കൊടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വിസിറ്റ് ചെയ്യാൻ പറ്റും. ആ പേപ്പർ കളയാതിരിക്കുക. ഇനി ഞാൻ കയറുന്നത് ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്കാണ്. അപ്പോൾ കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 2700ഓളം അടി മുകളിൽ നിൽക്കുന്ന കൊടൈ ടൗണിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഏകദേശം 6-7 മണിക്കൂറോളം യാത്ര ചെയ്ത് 200ഓളം കിലോമീറ്റർ താണ്ടി വന്നതല്ലേ. റെസ്റ്റ് എടുത്തേ മതിയാകും. കാരണം കൊടൈക്കനാലിൽ കാണാനുള്ളത് പകലേ കാണാനുള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായി നാളെ കാണാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കൊടൈക്കനാലിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു രാത്രി വ്യൂ ആണ്. ഈ ഒരു വ്യൂ നാളെ പകലിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാലോ? ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. ഇതാണ് കൊടൈക്കനാലിൻ്റെ പകൽ വ്യൂ. അപ്പോൾ നമുക്കൊന്ന് ചുറ്റി നടന്ന് കണ്ട വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.